നൗറൂസ് ആഘോഷവേളയിലും സന്ദേശം നൽകാതെ മുസ്തഫ ഖമനേയി എഴുതി തയ്യാറാക്കിയ സന്ദേശമാണ് ടെലിവിഷൻ ചാനലിലൂടെ വായിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച വാർത്തകൾ നൽകുന്നതിൽ മിതത്വം പാലിക്കണമെന്നും മാധ്യമങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസിയറുണ്ട്. ഐസൻ, എന്തായാലും മുസ്തഫ ഖമനേയിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെയും ചർച്ചയായിരുന്നു. എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റു വിവരങ്ങൾ? ഉയർന്നു വരുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. മുസ്തഫ ഖമനേയിയുടെ ഈ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് മുസ്തഫ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ എന്നത് തന്നെ സംശയമുണ്ട്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. ഇത് വാർത്തയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും നൗറൂസ് ആഘോഷവേള. നമുക്കറിയാവുന്നതാണ്, പുതുവർഷം ഇറാനിലെ ഒരു പുതുവർഷാഘോഷവേളയാണ്. പുതുവർഷാഘോഷത്തെ പറയുന്നതാണ് നൗറൂസ് എന്ന് പറയുന്നത്. ആ പുതുവർഷാഘോഷവേളയിൽ ഇത്തരത്തിലൊരു സന്ദേശം നൽകുക പതിവുണ്ട്. അത് അയത്തുള്ളമാർ നൽകുന്ന ഒരു പതിവുണ്ട്, നേരത്തെ തന്നെയുണ്ട്. ഈ അയത്തുള്ള മുസ്തഫ ഇപ്പോൾ ആ സന്ദേശം നൽകിയതും നേരത്തെ അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ നൽകിയ ഒരു പ്രസ്താവന പോലെ ഒരു പ്രസ്താവനയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല അതിലൊരു നിർദ്ദേശവും നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് മിതത്വം പാലിക്കണം എന്നൊരു നിലപാടും അറിയിക്കുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോഴും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനയും അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ട്രംപ് നടത്തിയൊരു പ്രസ്താവനയും ചേർത്ത് വായിക്കുകയും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെടാതെ ഒരു സന്ദേശം വായിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച കൃത്യമായൊരു സംശയം അല്ലെങ്കിൽ കൃത്യമായൊരു സൂചന തന്നെ ലഭ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് നേരിട്ട് വരുന്നില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി ചോദിക്കുകയും ഇറാനെ നയിക്കുന്നതാരെന്ന് അറിയില്ല എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ടർക്കിയെയും ഒമാനെയും ആക്രമിച്ചത് തങ്ങളല്ല, അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല, അത് ദുരുപദിഷ്ടിതമായ ഒരു നീക്കമാണ് ആരോ നടത്തിയിട്ടുള്ളത് എന്ന ഒരു നിലപാടും അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയുന്നത്, ജനുവരിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. അതായത് ഈ നേരത്തെ നമുക്കറിയാവുന്നതാണ്, നാണയത്തിൻ്റെ വിലയിടിവിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ജനങ്ങൾ നടത്തുന്നൊരു സാഹചര്യമുണ്ടായി. ആ പ്രക്ഷോഭത്തിന് പിന്നാലെ അത് ഭരണകൂടത്തിൻ്റെ മാറ്റത്തിലേക്ക് തന്നെ നയിക്കേണ്ട പ്രക്ഷോഭമായി മാറണമെന്നൊരാവശ്യം ഉയർന്നു വരികയും ട്രംപ് ഉൾപ്പെടെയുള്ളവർ അതിനെ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അത്തരം നീക്കങ്ങളെ അമർച്ച ചെയ്യുന്നതിന് കൃത്യമായ നിലപാട് സ്വീകരിച്ച ഇസ്ലാമിക് റെജിമിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നുണ്ട് മുസ്തഫ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരായ നീക്കങ്ങളാണ് അവർ നടത്തിയതെന്നും അത് ഒറ്റുകാർക്ക് വേണ്ടിയും സയനിസ്റ്റ്, അതായത് യഹൂദന്മാരുടെ ആ ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിന് വേണ്ടിയും ചെയ്തതാണ് എന്നൊരു പരാമർശവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ പരാമർശങ്ങളെല്ലാം തന്നെ പ്രസ്താവനയിലാണ്, രണ്ടാമതും പ്രസ്താവനയായാണ് പുറത്തു വന്നത്. അത് നേരിട്ടൊരു വീഡിയോ മെസ്സേജായി അത് നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതിനു മുൻപ് വന്ന വാർത്തകൾ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടു എന്ന വാർത്തകളൊക്കെ മുസ്തഫയെ സംബന്ധിച്ച് വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നത് സംബന്ധിച്ച ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് തെളിയിക്കുന്ന സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരികയും ചെയ്യുന്നത്. ശരി, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.